അതേ ചുക്കി, ഈ ഹെയർ ബാൻഡ് ഇല്ലേ, ഇത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇത് നിനക്ക് മൂന്നാമത്തെ പിറന്നാളിന് അച്ഛൻ നിനക്ക് വാങ്ങിച്ചു തന്നതാ. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് പിങ്ക് കളർ ഇഷ്ടമാണെന്നും പറഞ്ഞ് അച്ഛൻ എനിക്ക് പിങ്ക് കളർ ഹെയർ ബാൻഡ് വാങ്ങിച്ചിട്ട് വന്നതാ. എനിക്കിത് ഒരുപാട് ഇഷ്ടമാ. അതെ, ഇത് വാങ്ങിച്ചു തന്ന ശേഷമേ നീ എപ്പോഴും ഇത് ഇട്ടോണ്ട് തന്നെ ഇരിക്കും. കളിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴടക്കം ഇത് അഴിക്കുകയേ ഇല്ല. കുറെ കാലം ഇട്ട് നടന്നു. പിന്നെ നിനക്ക് ഇത് ഇട്ടിട്ട് മതിയായ ശേഷമാണ് നീ അഴിച്ചത്. പിന്നെയാണ് അമ്മ ഇതെടുത്ത് ഭദ്രമായി വെച്ചത്. ഇപ്പൊ ഇത് ഈ കുഞ്ഞുവാവയ്ക്ക് ഇട്ട് കൊടുത്തപ്പോഴേ എനിക്ക് നിന്നെ ചെറുപ്പത്തിൽ കാണും പോലെ ഉണ്ട്. എന്റെ വാവക്കുട്ടി, നിനക്ക് ഈ ചുക്കി ചേച്ചിയുടെ ഹെയർ ബാൻഡ് ഇഷ്ടമായോ? ഇഷ്ടമായി. ഇത് കണ്ടോ ചുക്കി, കുഞ്ഞുവാവയ്ക്ക് ഹെയർ ബാൻഡ് ഇഷ്ടമായിന്ന്. പിന്നെ നിങ്ങൾ കണ്ടോ, ഈ കുഞ്ഞുവാവ വന്നത് മുതലേ വീട്ടിൽ പോണം പറഞ്ഞ് കരഞ്ഞില്ലേ? ഇപ്പൊ കരച്ചിലൊക്കെ നിർത്തിയിട്ട് ജോലിയായിട്ട് ഇരിക്കണേണ്ടാ. അയ്യോ എടി ചുക്കി, ഒന്ന് മിണ്ടാതിരിക്കി. ആ കുട്ടിയെ പാവം ഇപ്പൊ തന്നെ കരച്ചിൽ നിർത്തിയത്. വീണ്ടും നീ വീട്ടിൽ പോണ കാര്യം ഓർമ്മിപ്പിക്കണ്ട. ശരി അമ്മ, ഞാൻ ഓർമ്മിപ്പിക്കില്ല. അമ്മ, പിന്നെ എനിക്ക് കുഞ്ഞുവാവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കുഞ്ഞുവാവ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ കുഞ്ഞുവാവനെ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചാലോ? അയ്യോ ചുക്കി, അങ്ങനെയൊന്നും ഈ കുഞ്ഞുമാവനെ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റില്ല. ആ കുട്ടിയുടെ അച്ഛനമ്മ പാവമല്ലേ. അവര് പാവം ഇത്ര നേരം ഈ കുട്ടിനെ കാണാതെ എവിടെ പോയോന്ന് സങ്കടപ്പെട്ട് തിരഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ പിന്നെ ഇത്രയും നേരം ഈ കുട്ടിയുടെ അച്ഛനമ്മ ആരാണെന്ന് തെരഞ്ഞു നടന്നതല്ലേ. പക്ഷേ എവിടെയും തെരഞ്ഞിട്ടും ഈ കുട്ടിന്റെ വീട് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോഴേക്കും വൈകുന്നേരമായി. ഇനിയിപ്പോ ഈ രാത്രിയിൽ ഈ കുട്ടിന്റെ വീട് എവിടെയാണെന്ന് നമുക്ക് എവിടെ പോയി തിരയാനാ? അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു രാത്രി മാത്രം ഈ കുട്ടീനെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നാളെ കാലത്ത് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ കുട്ടീന്റെ കാര്യം പറഞ്ഞാൽ അവരെന്നെ ഈ കുട്ടീന്റെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഈ കുട്ടീന്റെ അച്ഛനമ്മൻ്റെ അടുത്ത് ഈ കുട്ടീനെ കൊടുത്തോളും. എന്റെ അമ്മേ, അപ്പൊ ഈ കുഞ്ഞുവാവ ഇന്ന് ഒരു രാത്രി മാത്രം നമ്മുടെ വീട്ടിൽ ഉണ്ടാവോ? അതേ ചുക്കി, പിന്നെ അല്ലാതെ ഈ കുഞ്ഞുവാവനെ നമ്മുടെ വീട്ടിൽ തന്നെ വെക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടീന്റെ അച്ഛനമ്മ പാവമല്ലേ. അതുപോലെ ഈ കുഞ്ഞുമാമയും അച്ഛനമ്മ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടേ ഇരുന്നതല്ലേ. ഇപ്പൊ എന്തോ നീ കളിപ്പാട്ടമൊക്കെ കാണിച്ച് ഈ ഡ്രസ്സൊക്കെ കണ്ടപ്പോ ആ കുട്ടി ഒന്ന് നോക്കി മിണ്ടാതിരിക്കുവാണ്. പിന്നെയും കുറച്ചു നേരം കഴിയുമ്പോ അച്ഛൻ വേണം അമ്മ വേണമെന്ന് പറഞ്ഞ് കുട്ടി കരയാൻ തുടങ്ങും. അതുമല്ലാതെ മറ്റുള്ളവരുടെ കുട്ടിയെ നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യാനാ? ഇന്ന് ഒരു രാത്രി നീ കുഞ്ഞുവാവിന്റെ കൂടെ കളിച്ചോ. നാളെ കാലത്തെ നമുക്ക് കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞുവാവിനെ പോലീസ് സ്റ്റേഷനിലാക്കണം. ശരി അമ്മേ. അതെ, ആദ്യം കുഞ്ഞുവാവയ്ക്ക് ഉടുപ്പിട്ട് കൊടുക്കണം. ഈ കുഞ്ഞു പെണ്ണെ, നീ ഡ്രസ്സിലൊക്കെ ചൂച്ചു പോയി ഡ്രസ്സൊക്കെ നനച്ചില്ലേ? ഇനിയിപ്പോ നിനക്ക് വേറെ മാറ്റാൻ ഉടുപ്പില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ചുക്കി ചേച്ചിയുടെ പഴയ ഉടുപ്പൊക്കെ അമ്മ തെരഞ്ഞെടുത്തത്. ഇതൊക്കെ ചുക്കി ചേച്ചി നിന്നെ പോലെ കുഞ്ഞുവാവിയായിട്ട് ഇരിക്കുമ്പോ വാങ്ങിച്ച ഡ്രസ്സുകളാ. പക്ഷെ എല്ലാം കുറച്ച് പഴയതായി പോയി. ശരി പോട്ടെ, അത് കുഴപ്പമില്ല. ഇതിൽ ഏതാണോ കുറച്ച് നല്ല ഉടുപ്പ് അത് നോക്കി നിനക്ക് ഞാൻ ഇട്ടുതരാം. കുഞ്ഞുവാവയ്ക്ക് പിങ്ക് കളർ ഇഷ്ടമാണെന്ന് നിനക്കൊണ്ട് ആരാ പറഞ്ഞത്? എനിക്കറിയാലോ, പെൺകുട്ടികൾക്കൊക്കെ പിങ്ക് കളറാ ഇഷ്ടം, ആൺകുട്ടികൾക്കൊക്കെ ബ്ലൂ കളറാ ഇഷ്ടം. നിങ്ങൾക്ക് സംശയമാണെങ്കിലേ ഞാൻ കുഞ്ഞുവാവയെ കൊണ്ട് ചോദിക്കാം. അപ്പൊ കുഞ്ഞുവാവ പിങ്ക് കളറാണ് ഇഷ്ടം പറയും. ഈ കുഞ്ഞുവാവേ, നിനക്ക് പിങ്ക് കളറല്ലേ ഇഷ്ടം? പിങ്ക് കളറ്, യെല്ലോ കളറ്, പച്ച കളറ്, ചുവപ്പ് കളറ് ഇഷ്ടം. അയ്യോ, ഇതെന്താ ഈ കുഞ്ഞു പെണ്ണ് ഉള്ള എല്ലാ കളറും പറയുന്നത്? ഈ കുഞ്ഞു പെണ്ണെ, എല്ലാ കളറും പറയല്ലേ. നിനക്ക് പിങ്ക് കളറാണോ ഇഷ്ടം അല്ല ബ്ലൂ കളറാണോ ഇഷ്ടം? അത് മാത്രം പറയ്. പിങ്ക് കളറ് ഇഷ്ടം, ബ്ലൂ കളറ് ഇഷ്ടം. എടി ചുക്കി, അത് കുഞ്ഞു കുട്ടിയല്ലേ. അതിന് ഇന്ന കളറാണ് ഇഷ്ടം എന്നൊന്നും പറയാൻ അറിയില്ല. അതിന് നമ്മൾ എന്താണോ പറയണത് അത് പറയും, അത്രേ ഉള്ളൂ. നീ വെറുതെ അങ്ങനെ ചോദിച്ചു നിൽക്കാതെ നമുക്ക് തന്നെ ഇതിൽ ഏതാണോ നല്ല ഉടുപ്പ് അത് നോക്കി ഇട്ട് കൊടുക്കാം. ശരി അമ്മേ, എന്നാ നമുക്ക് ഈ കുഞ്ഞു കുട്ടിക്ക് ഈ പിങ്ക് കളർ ഉടുപ്പ് ഇട്ട് കൊടുക്കാം. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്ലീസ് അമ്മ, ഇത് ഇട്ട് കൊടുക്കാം. ചുക്കി, ആ ഉടുപ്പ് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ച് കീറിയിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് ഈ നീല കളർ ഉടുപ്പിനെ ഇട്ട് കൊടുക്കാം. ഇത് കീറിയിട്ടൊന്നുമില്ല, നല്ല ഭംഗിയുണ്ടല്ലോ. അയ്യോ ചുക്കി, അത് കീറിയിട്ടുള്ളതുണ്ടല്ലോ ഞാൻ വേണ്ടെന്നും പറയണേ. ശരി, ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ നീല കളർ ഉടുപ്പ് കുട്ടിക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നിന്റെ കുറേ പിങ്ക് കളർ ഉടുപ്പ് ആ കൂടിന്റെ ഉള്ളിൽ ഉണ്ടാവും. നമുക്ക് നാളെ തിരഞ്ഞെടുത്തിട്ട് രാവിലെ പോകുമ്പോ ആ കുട്ടിക്ക് നല്ല പിങ്ക് കളർ ഉടുപ്പ് ഇട്ട് കൊടുക്കാം. എന്നാ ശരി, എന്നാ നമുക്ക് നാളെ പിങ്ക് കളർ ഉടുപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ നീല
ശരി നിന്റെ ഈ ഉടുപ്പിട്ട ഈ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാൻ നിക്ക്. ഈ കുഞ്ഞിപ്പെണ്ണെ, ചുക്കി ചേച്ചിയുടെ ഈ ഉടുപ്പ് നിനക്ക് എങ്ങനെയുണ്ടെന്ന് ഇട്ട് നോക്കാം ട്ടോ. ഐഷോ കരയല്ലടാ, ആദ്യം നീ കഴിക്ക്. എങ്ങനെ ഷമീർ എനിക്ക് കഴിക്കാൻ പറ്റും? നമ്മുടെ റിയ കുട്ടി എവിടെയാണെന്ന് പോലും അറിയില്ല. അവള് കഴിച്ചിട്ട് പോലും ഇല്ല. ഇനിയിപ്പോ അവൾക്ക് വിശക്കുമായിരിക്കും. അവള് എവിടെയുണ്ട്, എന്ത് ചെയ്യണം ഒന്നും അറിയാതെ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും? കാലത്ത് കാണാതെയായ കുട്ടിയാണ്. ഇപ്പൊ രാത്രിയായി. ഇപ്പൊ വരെ നിങ്ങൾക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഐഷു ഞാനും ശക്തിയും കൂടെ എല്ലാവിടെയും പോയി തെരഞ്ഞു. റിയ കുട്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് അടക്കം കൊടുത്തു. അവരും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിയ എവിടെ പോയിന്ന് ഒന്നും അറിഞ്ഞില്ല. ആരെ കൊണ്ട് ചോദിച്ചാലും കണ്ടില്ല എന്നാ പറയണ്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എന്നെ കൊണ്ട് ആവുന്നത് ചെയ്തിട്ടല്ലേ ഇരിക്കണത്. നിങ്ങളെ കൊണ്ട് ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്റെ കുട്ടി കിട്ടിയിട്ടില്ലല്ലോ. ഐഷു നമ്മുടെ റിയ കിട്ടും. എപ്പോ കിട്ടും? ഐഷുമാ കിട്ടുവോടാ. അവൾക്കൊന്നും സംഭവിക്കില്ല. ചിലപ്പോ കുട്ടി എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതായിരിക്കും. പിന്നെ എന്തായാലും അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കും. നമുക്ക് നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാം. നിങ്ങൾ എന്താ ഷമീർ ഇങ്ങനെ പറയണേ? അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോയി നാളെ പോലീസ് സ്റ്റേഷനിൽ ആക്കാതെ ചിലപ്പോ നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നില്ലേ, അതുപോലെ കുട്ടിനെയും കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ ചെയ്താലോ? അയ്യോ ഐഷു, നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നമ്മുടെ റിയ കുട്ടിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ ആവശ്യമില്ലാത്തതൊന്നും ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഇപ്പൊ നിന്റെ വയറ്റിന്റെ അകത്ത് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിട്ടെങ്കിലും നീ വല്ലതും കഴിക്കണം. എനിക്ക് വേണ്ട ഷമീർ. ഇപ്പൊ എന്റെ വയറ്റിന്റെ ഉള്ളിലുള്ള കുട്ടിയെക്കാളും എനിക്ക് വലുത് എന്റെ റിയ കുട്ടിയാണ്. എനിക്ക് അവളെ കണ്ടാൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഐഷു ഇവിടെ നോക്ക്, കാലത്ത് മുതൽ നീ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ഇപ്പോഴും നീ കഴിക്കാതിരുന്നാ പിന്നെ നിനക്ക് വല്ലതും സംഭവിക്കും. സംഭവിക്കട്ടെ. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയതെന്ന് പോലും അറിയില്ല. ഇനിയിപ്പോ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ആവാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ എന്റെ കുട്ടി തിരിച്ചു കിട്ടിയാ മതി. എടി പ്രാന്തി, കഴിക്കാതെ നിനക്ക് വല്ലതും സംഭവിച്ചാ റിയ തിരിച്ചു കിട്ടുവോ? അല്ലെങ്കിൽ ഞാൻ കുട്ടീനെ കാണുന്നില്ലെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇതിൽ നീ അങ്ങനെ കഴിക്കാതെ വാശി പിടിച്ചിട്ട് വല്ലതും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണോടി? അല്ലെങ്കിൽ നീ വീക്കാണ്. ഇനി ഭക്ഷണം പോലും കഴിക്കാതിരുന്നാ വയറ്റിലുള്ള കുട്ടിക്ക് വല്ല പ്രശ്നങ്ങൾ വരും. ഇപ്പൊ മര്യാദയ്ക്ക് നീ കരച്ചിൽ നിർത്തിയിട്ട് കഴിച്ചില്ല വെക്കി ചെകിടത്ത് രണ്ട് തരും ഞാൻ. ഐഷുമാ ഇത് നോക്കടാ, നീ കഴിക്കാതിരിക്കണത് കൊണ്ട് റിയ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എന്തായാലും നാളെ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചാ റിയാനെ ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ ഇപ്പൊ നീ കഴിക്കാതെ തലക്കറക്കം വന്ന് നിനക്ക് വല്ലതും പറ്റിയാ നാളെ ഞാൻ നിന്നെ നോക്കണോ അതോ റിയാന പോയി അന്വേഷിക്കണോ? അതുകൊണ്ടാ പറയണ്, ഇപ്പൊ നീ ഭക്ഷണം കഴിച്ച് നിനക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഇരുന്നാൽ മാത്രമാണ് എനിക്ക് നിന്നെ കുറിച്ച് ആലോചിക്കാതെ റിയാനെ തിരയാൻ പറ്റുള്ളൂ. നീ ആദ്യം അത് കഴിക്കടാ. നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളില് റിയാനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് ഈ ഷമീറിന്റെ വാക്കാ. ഉറപ്പായിട്ടും നാളെ റിയ എന്റെ അടുത്ത് വരുവോ? വരൂ ഐഷു, ഞാനല്ലേ പറയണ്. നാളെ ഞാൻ എന്തായാലും റിയാനെ കണ്ടുപിടിച്ചിരിക്കും. നീ ആദ്യം കഴിക്കി. ഉസ്രേ നീദാനേ നീദാനേ നഴലാവും കൂടദാനേ എതുവും വേനാമേ വേനാമേ മുടിവും കൂടദാനേ. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം.